നമുക്കിന്ന് പെസഹ പാൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2.5 തേങ്ങയുടെ പാല്, ചുക്കും ഏലക്കായും പൊടിച്ചത്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, നമ്മുടെ കുത്തരി 1/2 ഗ്ലാസ് കുത്തരി നന്നായി വറുത്ത് പൊടിച്ചത്, 3/4 കിലോ ശർക്കര പാനിയാക്കിയത്. അരിപ്പൊടി നമുക്കൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കി വെക്കാം, കാരണം അത് കട്ട കെട്ടാതിരിക്കാനാണ് പാലിൽ ഒഴിക്കുമ്പോഴത്തേക്ക്. കുത്തരി വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. തേങ്ങാപ്പാലിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് നിർത്താതെ നമുക്ക് തേങ്ങാപ്പാൽ ഇളക്കി കൊടുക്കാം. പാലിലോട്ട് അരിപ്പൊടി മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. കുത്തരി വറുത്ത് പൊടിച്ചതും മിക്സ് ചെയ്ത് തേങ്ങാപ്പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിള വരാൻ തുടങ്ങുമ്പോൾ ചുക്കും ഏലക്കായും പൊടിച്ചത് ചേർക്കുക. മധുരത്തിൻ്റെ ആ ചെകിടിപ്പ് തോന്നാതിരിക്കാനായി ഒരു നുള്ളു ഉപ്പിടുക. ഒരു കുരുത്തോല കുരിശ് രൂപത്തിലാക്കി പ്രാർത്ഥനയോടെ നമുക്ക് പാലിൽ വെച്ച് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. പാൽ തയ്യാറായി.